വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് വയനാട്ടിലെ ജനങ്ങൾ. പ്രതികരണങ്ങൾ കാണാം. ഓഗസ്റ്റ് 31 എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ഉത്സവമാണ്. കാരണം ഞങ്ങൾ പതിറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന ഒരു സ്വപ്നം അതിന്ന് പൂവണിയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ മുന്നിൽ നമ്മുടെ MLA മാർ, ആദ്യം ജോർജ് ഏട്ടൻ, അതിനുശേഷം ലിൻഡോ ജോസഫ്, അതോടൊപ്പം ആകാശം അങ്ങ് ഇടിഞ്ഞു വീണാലും കയറി പാടാ മക്കളെ എന്ന് വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഖാബ് പിണറായി വിജയൻ, കേരളത്തിൻ്റെ ക്യാപ്റ്റൻ, അദ്ദേഹം ഉള്ളതുകൊണ്ടാണ് ഈ പദ്ധതി ഇത്ര വേഗം നടന്നു കിട്ടിയതെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ലിൻഡോ ജോസഫ് എത്തിയതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു പദ്ധതി നടക്കുന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് എത്തുന്നത്. അതുവരെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളും ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പുറമെ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി MLA-യുടെ നല്ലൊരു പ്രവർത്തനം, പിന്നെ ഗവൺമെൻറ്റിൻ്റെ നല്ലൊരു സപ്പോർട്ട്, അങ്ങനെ ഏതായാലും ഇതിലെ വയനാട്ടിലേക്കുള്ള ഒരു ബസ്സൊക്കെ പോകുന്ന ഒരു സ്വപ്നമാണ് നമ്മൾ കുറേ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നതിൽ വലിയ സന്തോഷം, മനസ്സിൽ വളരെ സന്തോഷമാണ്, വളരെ ആഘോഷമാണ്. ഇതും കൂടി വരുമ്പം വളരെ സന്തോഷമാണ് കേട്ടത്. ഞങ്ങൾ അച്ഛന്മാരും കാരണന്മാരിപ്പോൾ മരിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ ഒരു അഭിലാഷം അതൊക്കെ എല്ലാം പോലും കാണാൻ കഴിയാത്ത, നമുക്കൊന്നും കാണാൻ പോലും കഴിയാത്തൊരു സംഭവമാണ് വരാൻ പോകുന്നത്. അതിന് എന്തിനും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ MLA കട്ടയ്ക്കുണ്ട്. അതാണ് ഞങ്ങൾക്ക് വലിയ ആവേശം. ഓണക്കാലമാണെങ്കിലും ഓണത്തേക്കാളും വലിയ ആവേശത്തിലാണ് ഞങ്ങൾ. മുഖ്യമന്ത്രി ഇവിടെ വരുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ ആവേശവും ശക്തിയും പ്രതീക്ഷയൊക്കെ ഞങ്ങളുടെ MLA ആണ്. അത് ഞങ്ങൾ വലിയ ഒരു പ്രതീക്ഷയിലാണ്.